അപ്പോൾ ഡൊമിനിക്, ബ്രോമാൻസ് എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് തീയതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഹണ്ട് എന്ന ചിത്രം. അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അല്ല, ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ അവസാനം മനോരമ മാക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ മെയ് മാസം ഫസ്റ്റ് വീക്കുകളിലൊക്കെ ആയിട്ട് തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കൂടുതലും മെയ് 9-ാം തീയതി ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു മലയാള ചിത്രമാണ്. ഉണ്ണിമൂന്തൻ, നിഖില വിമൽ എന്നിവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതൊരു മികച്ച ഫീൽ ഗുഡ് മൂവി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ മെയ് മാസമാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ ഇപ്പോൾ തിയേറ്ററുകളിലൂടെ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന ചിത്രമാണ്. വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന് ഇപ്പോൾ ഗംഭീരമായിട്ട് തിയേറ്ററുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ലാലേട്ടനെ കംപ്ലീറ്റ് ആക്ടർ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഏതായാലും ഈ ഒരു ചിത്രത്തിന് വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 100 കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 150 കോടിയൊക്കെ ഈ ഒരു ചിത്രത്തിന് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാറും അതുപോലെ തന്നെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഏഷ്യനെറ്റും ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസൊന്നും ഒരുപാടൊന്നും വൈകില്ല. ഈ വരുന്ന മെയ് മാസം ലാസ്റ്റ് വീക്കുകളിലൊക്കെ ആയിട്ട് തന്നെ ഈ ഒരു ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 4-ാമത്തെ ചിത്രം നസ്ലിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ വിഷു റിലീസായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ്. ഇത് ബോക്സിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന് അന്ന് പല രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ വർഷം മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ്, ജിയോ ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെയുള്ള വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെയായിരിക്കും വാങ്ങാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ പ്രീമിയർ ഒരുപാടൊന്നും വൈകില്ല. ഈ വരുന്ന മെയ് മാസം തന്നെയായിരിക്കും ഈ ഒരു ചിത്രം ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന മെയ് മാസം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തുടരും എന്ന ചിത്രം പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം പകുതിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ വിഷു റിലീസായിട്ട് വന്നിട്ടുള്ള മറ്റൊരു മലയാള ചിത്രമാണ് ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള മരണമാസം എന്ന ചിത്രം. ഇതും ഒരു കോമഡി മൂവി തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ സ്ഥിരം വരാറുള്ള കോമഡി ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു കോമഡി മൂവി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സോണി ലീവ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് മുമ്പ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ സോണി ലീവിലൂടെ ഒരു മാസം ഒരു മലയാള ചിത്രം മാത്രമേ പ്രീമിയർ ചെയ്യാറുള്ളൂ. ഈ വരുന്ന മെയ് മാസം സോണി ലീവിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്ന മലയാള ചിത്രം ബ്രോമാൻസ് ആണ് എന്ന് അവർ ആൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂൺ മാസം ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് മാത്രമേ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുകയുള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ 6-ാമത്തെ ചിത്രം അജിത്ത് നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുഡ് ബാഡ് അഗളി എന്നൊരു തമിഴ് ചിത്രമാണ്. അജിത്തിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയൊരു വിജയമായി മാറുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഇത് ഫാൻസിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് പല രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 200 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് മുമ്പ് തന്നെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനായിട്ട് ഇനി നമുക്ക് ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന മെയ് മാസം ഫസ്റ്റ് വീക്കുകളിലൊക്കെ ആയിട്ട് തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കൂടുതലും മെയ് മാസം 8-ാം തീയതിയോ 9-ാം തീയതിയോ ആയിട്ട് ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്തത് മമ്മൂക്കിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നൊരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസ് എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റ് കൂടി ഉൾപ്പെടുത്തുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രം വലിയൊരു പരാജയമായിട്ട് അന്ന് മാറിയിട്ടും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇതുവരെ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊന്നും ഏത് പ്ലാറ്റ്ഫോമും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ
ആമസോൺ പ്രൈം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യുന്ന പല മലയാള ചിത്രങ്ങളും ആമസോൺ പ്രൈമിലൂടെയാണ് സാധാരണ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന മെയ് മാസം ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ബ്രോമാൻസ് എന്ന ചിത്രമാണ്. ഇതൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ വർഷം തിയേറ്ററുകളിൽ വിജയമായി മാറിയിട്ടുള്ള ചുരുക്കം ചില കോമഡി ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റെടുത്തുള്ളത് സോണി ലീവ് ആണ്. അപ്പോൾ സോണി ലീവിലൂടെ ഈ വരുന്ന മെയ് മാസം റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള ചിത്രം ബ്രോമാൻസ് എന്ന ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ മെയ് മാസം 1-ാം തീയതി, അതായത് ഇന്ന് രാത്രിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.